ஒரு மகிமையின் மேகம் இந்த இடத்தை மூடுதே. ஒரு மகிமையின் மேகம் என் ஜனத்தை மூடுதே. ஒரு மகிமையின் மேகம் இந்த இடத்தை மூடுதே. ஒரு மகிமையின் மேகம் என் ஜனத்தை மூடுதே. விலகாத மேகம் நீ, முன் செல்லும் மேகம் நீ. விலகாத மேகம் நீ, முன் செல்லும் மேகம் நீ. ஆவியானவரே, அன்பின் ஆவியானவரே, வல்ல ஆவியானவரே, தெளிவின் ஆவியானவரே, மகிமையின் ஆவியானவரே, அன்பின் ஆவியானவரே, வல்ல ஆவியானவரே, தெளிவின் ஆவியானவரே. என் பேச்சில, என் மூச்சில, என் சொல்லில, என் செயலில கலந்திருக்கீங்க. என் நினைவில, என் நடத்தையில, என் நினைவில, என் உயிரில கலந்திருக்கீங்க. அன்பின் ஆவியானவரே, விலையேறப்பட்டவரே, எனையாளும் பரிசுத்தரே, நன்றி ஐயா. அன்பின் ஆவியானவரே, விலையேறப்பட்டவரே, எனையாளும் பரிசுத்தரே, நன்றி ஐயா. ஒரு மகிமையின் மேகம் இந்த இடத்தை மூடுதே. ஒரு மகிமையின் மேகம் என் ஜனத்தை மூடுதே. ஒரு மகிமையின் மேகம் இந்த இடத்தை மூடுதே. ஒரு மகிமையின் மேகம் என் ஜனத்தை மூடுதே. விலகாத மேகம் நீ, முன் செல்லும் மேகம் நீ. விலகாத மேகம் நீ, முன் செல்லும் மேகம் நீ. ஆவியானவரே, அன்பின் ஆவியானவரே, வல்ல ஆவியானவரே, தெளிவின் ஆவியானவரே, மகிமையின் ஆவியானவரே, அன்பின் ஆவியானவரே, வல்ல ஆவியானவரே, தெளிவின் ஆவியானவரே. എൻ്റെ എല്ലാ പ്രിയ സഹോദരീ സഹോദരന്മാർക്കും, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പാട്ടുപ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന, ദൈവത്തിൻ്റെ മഹിമയെ പുകഴ്ത്തുന്ന ഒരു അനുഗ്രഹീതമായ ഗാനമാണ് നാം ഇപ്പോൾ കേട്ടത്. മറ്റെന്തിനേക്കാളും ശക്തമാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. മഹത്വം എന്ന വാക്കിന് ഗ്ലോറി എന്നും കാബോദ് എന്നും ഷെഖേന എന്നുമൊക്കെ
വിവിധ ഭാഷകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ദൈവം മഹത്വത്തിൻ്റെ ദൈവമാണ്. ദൈവം എല്ലാം നമുക്ക് നൽകിയവനാണ്, എല്ലാം നമുക്ക് നൽകുന്നവനാണ്. എന്നാൽ ഒരു കാര്യം മാത്രം ദൈവം വിട്ടുകൊടുക്കുന്നില്ല, തൻ്റെ മഹത്വത്തെ അവൻ മറ്റാർക്കും വിട്ടുകൊടുക്കുന്നില്ല. ലാസറിന്റെ ഭവനത്തിൽ യേശു കർത്താവ് മാർത്തയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്ന് പറഞ്ഞാൽ ദൈവം ആര് എന്ന് നീ വിശ്വസിച്ചാൽ അറിയും. അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ട സഹോദരനായ ലാസറിനെ അവർക്ക് തിരികെ ലഭിച്ചു. ദൈവത്തിൻ്റെ മഹത്വം നഷ്ടമായതിനെ നമ്മിലേക്ക് മടക്കിക്കൊണ്ടുവരും. കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞായപ്പോൾ യോഹന്നാൻ 2:11 നമ്മൾ വായിക്കുന്നു: യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അതെ, ദൈവം മഹത്വം വെളിപ്പെട്ടാൽ വിശ്വസിക്കാത്തവരും വിശ്വസിക്കും. നിങ്ങളുടെ ഭവനം ദൈവ മഹത്വം വെളിപ്പെടുന്ന ഒരു ഭവനമാകട്ടെ. നിങ്ങളുടെ ജീവിതം ദൈവനാമ മഹത്വത്തിന് കാരണമാകട്ടെ. ബൈബിൾ പറയുന്നു, തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും അവനായി ചെയ്തു, അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായും ചെയ്തു മിരിപ്പീൻ. നമ്മളെല്ലാവരും കർത്താവിൻ്റെ മഹത്വം അന്വേഷിക്കുന്നവരായാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മളെ വിട്ടുപോവുകയില്ല. പ്രിയപ്പെട്ടവരെ, അഭിഷേകത്തെക്കാൾ ശക്തമാണ് ദൈവമഹത്വം, ദൈവത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത്. കാരണം അഭിഷേകം കൂടാം, അഭിഷേകം കുറയാം, അഭിഷേകം പോകാം. വിശുദ്ധ ബൈബിളിൽ ശൗലിൻ്റെ അഭിഷേകം ശൗലിന് നഷ്ടപ്പെട്ടു പോയില്ലേ? അപ്പോൾ അഭിഷേകത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, കൂടാം, കുറയാൻ പോകാം. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വത്തെ ആർക്കും കൂട്ടാൻ കഴിയുന്നില്ല, ദൈവത്തിൻ്റെ മഹത്വത്തെ ആർക്കും കുറയ്ക്കാൻ കഴിയുന്നില്ല, ദൈവത്തിൻ്റെ മഹത്വത്തെ ആർക്കും എടുത്തു മാറ്റുവാനും കഴിയുന്നില്ല. ഒരു അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിൽ ശുശ്രൂഷിക്കുന്ന ഒരു അഭിഷിക്തനെ, ഒരു വ്യക്തിയെ ജനം കാണുമ്പോൾ ദൈവം മഹത്വം ഇറങ്ങി വരുന്നിടത്ത് ജനം കാണുന്നത് ജീവനുള്ള ദൈവത്തെ ആയിരിക്കും. ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 10 മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്: പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ മേഘം, മഹത്വത്തിൻ്റെ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽക്കുവാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. ആ മേഘം നിമിത്തം നമ്മളിപ്പോൾ പാടിയത് അതല്ലേ? ഒരു മഹിമയിൻ മേഘം എൻ ജനത്തെ മൂടുതേ. കർത്താവിൻ്റെ ആ മേഘം, ആ മഹത്വം, ആ ഷെക്കേന, ആ ഗ്ലോറി ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന മുറിയിൽ, ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, എവിടെ ഇരുന്നാണോ നിങ്ങൾ എന്നെ കേൾക്കുന്നത്, ദൈവത്തിൻ്റെ മഹത്വം അവിടേക്ക് ഇറങ്ങി വന്നാൽ ആ ദൈവമഹത്വം സകലത്തെയും നിങ്ങൾക്ക് വേണ്ടി നിവർത്തിക്കും. കാരണം മനുഷ്യനിൽ പാപം ഉണ്ടാകുന്നതിന് മുൻപ് മനുഷ്യനിൽ ഉണ്ടായിരുന്നത് ദൈവ തേജസ്സാണ്. പാപത്തേക്കാൾ മുൻപുണ്ടായിരുന്നത് തേജസ്സാണ്. മനുഷ്യൻ പാപം ചെയ്തപ്പോഴാണ് തേജസ് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ തേജസ് എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവം പൊതിഞ്ഞു പിടിച്ചിരുന്ന ഒന്നാണ്. ഒരമ്മ ഒരു കുഞ്ഞിനെ, ഒരു കൈക്കുഞ്ഞിനെ ഒരു ടവൽ കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് പോലെ ദൈവം മനുഷ്യനെ പൊതിഞ്ഞു പിടിച്ചിരുന്ന ഒന്നാണ് അവൻ്റെ തേജസ്, മഹിമ, മഹത്വം എന്ന് പറയുന്നത്. ആ തേജസ്സിൽ നിന്ന് മനുഷ്യൻ രോഗിയല്ലായിരുന്നു, ആ തേജസ്സിൽ നിന്ന് മനുഷ്യൻ പാപിയല്ലായിരുന്നു, ആ തേജസ്സിൽ നിന്നവനിൽ ശാപമില്ലായിരുന്നു, ആ തേജസ്സിൽ നിന്ന് മനുഷ്യനിൽ മരണമില്ലായിരുന്നു. എന്നാൽ ആ തേജസ് അവനെ വിട്ടുപോയപ്പോഴാണ്, അവൻ പാപം ചെയ്തപ്പോഴാണ് അവൻ ശാപഗ്രസ്തനായത്, മനുഷ്യൻ രോഗിയായത്, മരണത്തിന് അധീനമായത്. അപ്പോൾ തേജസ് നമ്മിലേക്ക് മടങ്ങി വന്നാൽ എല്ലാ ദൈവാനുഗ്രഹങ്ങളും എല്ലാ ദൈവികമായ നന്മകളും നമ്മിലേക്ക് മടങ്ങി വരും. തേജസ് നമ്മളെ വിട്ടുപോയാൽ, മഹത്വം നമ്മളെ വിട്ടുപോയാൽ ആ എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും നമ്മളെ വിട്ടുപോവുകയാണ്. അങ്ങനെയാണെങ്കിൽ മാനവകുലത്തിന് നഷ്ടപ്പെട്ടു പോയ ആ തേജസ്സിനെ നമ്മിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി തിരിയുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ, ബൈബിൾ പറയുന്നു ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ, കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം അഴിഞ്ഞു പോകും, വീണു പോകും. മൂടുപടം വീണുപോയ, അഴിഞ്ഞുപോയ മുഖത്ത് കർത്താവിൻ്റെ തേജസ് പ്രതിബിംബിക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ശുശ്രൂഷയിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. നിങ്ങളിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ ഭവനത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ ബിസിനസ്സിലൂടെ, ശുശ്രൂഷയിലൂടെ, നിങ്ങൾ ചെയ്യുന്ന സകല പ്രവൃത്തികളിലൂടെയും കർത്താവിൻ്റെ മഹിമ, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു മഹിമയിൻ മേഘം
இந்த இடத்தை மூடுதே ஒரு மகிமையின் மேகம், என் ஜனத்தை மூடுதே ஒரு மகிமையின் மேகம், இந்த இடத்தை மூடுதே ஒரு மகிமையின் மேகம், என் ஜனத்தை மூடுதே. விலகாத மேகம் நீ, முன் செல்லும் மேகம் நீ, விலகாத மேகம் நீ, முன் செல்லும் மேகம் நீ. ஆவியானவரே, அன்பின் ஆவியானவரே, வல்ல ஆவியானவரே, தெளிவின் ஆவியானவரே, மகிமையின்